ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് അപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നില്ല എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വരെ. അപ്പോൾ ഞാൻ ഓട്ടോയൊക്കെ തപ്പിയിട്ട് നിൽക്കാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഓട്ടോ കിട്ടി. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വരെ എത്തി. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ബസ്സൊക്കെ കയറിയിട്ട് സ്വപ്നയുടെ അവിടെ വന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് ഞാൻ അവിടുന്ന് കോളേജിലേക്ക് നടക്കാം കേട്ടോ. അവിടെ നിന്ന് ഇത്തിരി ഉണ്ടല്ലോ നടക്കണം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഹന്നമോളും അതേപോലെ കരോലിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ കോളേജിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അൻസ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുസരിച്ച് ചുരിദാർ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ നടന്ന് തിരിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ പരിസരമൊക്കെ പോയി കുറച്ചൊക്കെ അവിടെ കഴിഞ്ഞപ്പോൾ ഈ ഒരു അവറിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സെൽഫ് ഇൻട്രൊഡ്യൂഷൻ പോലെ അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൽബസ്റ്റിനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഓരോ പറച്ചിലൊക്കെ ഇട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ബാക്ക് ചെയ്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇൻ്റർവെല്ലായി. അപ്പോൾ ഇവരെന്തൊക്കെയോ ആരൊക്കെയോ ആയി നോക്കി നിൽക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് ഒന്ന് വെറുതെ നടന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിയാലോ. അപ്പോൾ ജസ്റ്റ് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ ഉച്ചവരെ ഒന്ന് ക്ലാസ് ഉള്ളൂ. നേരെ എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തിരുവാതിരക്കളി ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. കാരണം തിരുവാതിരയിൽ നിന്ന് വടക്കുന്നതിന് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ആണ്. അപ്പോൾ എൻ്റെ ഡാൻസ് ടീച്ചർ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് പോയില്ല. ഞാൻ നേരെ അച്ഛൻ്റെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ വീട് ചെറിയമ്മയുടെ. അപ്പോൾ എൻ്റെ അച്ഛമ്മയുടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഓൾറെഡി രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഫുഡ് കഴിക്കാനുണ്ട്, അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചോളൂന്ന്. അപ്പോൾ ഇതാണ് വേദു. അപ്പോൾ ഇവളവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന പാടെ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവൾ ഓരോ കാര്യങ്ങൾ എന്നോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ കുറേ നന്നായി ചിത്രം വരയ്ക്കും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മീനച്ചമ്മയ്ക്ക് ഒരു കെട്ടുന്നറ ഉണ്ടായിരുന്നു. അപ്പോൾ കെട്ടുന്നറയ്ക്ക് വേണ്ടി പോകാൻ റെഡി ആയിട്ട് ആൾ പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ അതിന് പോണേക്കാട്ട് മുന്നേയിട്ട് മുളക് എടുത്ത് വെക്കാൻ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കുക അതൊക്കെ പറഞ്ഞിട്ടാട്ടോ പോണത്. അങ്ങനെ അച്ഛമ്മയൊക്കെ പോയതിന് ശേഷം വേദു ഉണ്ടാക്കിയിട്ടുള്ള ചെരുപ്പൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കി അവൾക്ക് ഉണ്ടാക്കും കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ നന്നായി ചിത്രമൊക്കെ വരയ്ക്കും. അപ്പോൾ അതൊക്കെ കാണിച്ചു തരുന്നതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ വന്നപ്പോൾ തൊട്ടുണ്ട്. അങ്ങനെ കുറേ വർത്താനമൊക്കെ പറയും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ കുറേ പാട്ടും അങ്ങനെയൊക്കെ പാടി തരുന്നുണ്ട്. ഒന്നിച്ചൊരൽപ്പം കളിച്ചുകൂടെ. അങ്ങനെ കുറച്ചേരൊക്കെ കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാറായിട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാറായുമ്പോൾ എനിക്ക് അമ്മായി മുട്ട ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ. അതിന് കുറേ വർത്താനൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ അമ്മായി ഓൾറെഡി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കുറേ ഫോൺ കോൾ വന്നിട്ട് ആൾ നല്ല ബിസിയാണ്. അതിൻ്റെ ഇടയിലാണ് എനിക്ക് വന്ന് മുട്ട ഓംലേറ്റ് അതൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ വിളമ്പി തരുന്നതിലും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓൾറെഡി അച്ഛമ്മ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയിക്കണത്. സാമ്പാറുണ്ട്, കാളൻ, ഉപ്പേരി, അതേപോലെ അച്ചാർ, നെല്ലിക്ക അച്ചാർ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കളിയൊക്കെ തുടങ്ങി. ഞാൻ അയച്ചിട്ട് ഷാളൊക്കെ എടുത്ത് സാരിയൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഗൗതു സ്കൂൾ വിട്ട് വന്നു കേട്ടോ. അവൻ സ്കൂളൊക്കെ വിട്ട് വന്ന് കുറേ നേരം അവനോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവന് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ട്യൂഷന് പോകാൻ വേണ്ടി റെഡി ആകുക കേട്ടോ. അപ്പോൾ അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അതേപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവൻ ട്യൂഷന് പോകാൻ വേണ്ടി റെഡി ആകും. അപ്പോൾ രഞ്ജുമായി നല്ല സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹോം മെയ്ഡ്. അപ്പോൾ ബ്രെഡൊക്കെ വെച്ചിട്ട് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇതുണ്ടല്ലോ തിരുവാതിരക്കളി പ്രാക്ടീസ് ഉണ്ടല്ലോ. അപ്പോൾ അമ്മായി ഉണ്ട് ഞങ്ങളുടെ കൂടെ തിരുവാതിര കളിക്കാൻ. അപ്പോൾ ഞങ്ങൾ പോവാറായി ഒരു 6:30 ആകുമ്പോഴായിട്ടോ ഞങ്ങൾ പ്രാക്ടീസ് പറഞ്ഞത്. കാരണം ജോലി ഇട്ട് കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 6:30ക്കാണ് പ്രാക്ടീസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. ട്യൂഷനൊക്കെ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവളൊക്കെ റെഡി ആക്കിയിട്ട് ഞങ്ങൾ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അങ്ങനെ എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം പ്രാക്ടീസൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ഗ്യാപ്പൊക്കെ എടുത്ത് കുറേ വർത്താനമൊക്കെ പറയും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ വീട്ടിലേക്ക് പോകണല്ലോ. അപ്പോൾ അമ്മായി ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മായി മോളും പോയി എന്നെ ടീച്ചർ വീട്ടിൽ കൊണ്ടാക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടീച്ചറോടൊപ്പം പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.